എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി അലക്സ്. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. റിമോട്ട് സെൻസിങ്, വിദൂര സംവേദനം എന്ന ടോപ്പിക്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്നവർക്കറിയാം റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ടോപ്പിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് പ്രീവിയസ് ഇയറുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എടുത്തു നോക്കിയാൽ റിമോട്ട് സെൻസിങ്ങുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പം നമുക്കിനി സമയം കളയാനില്ല. നമുക്കിനിയും ക്ലാസ്സിലേക്ക് കടക്കാൻ. മാത്രമല്ല, ക്ലാസ് വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആണ്, പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യതയോടുകൂടി എഴുതി തന്നെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ കാലഘട്ടം പറയുന്നുണ്ട്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോ ടോപ്പിക്സും കൃത്യമായിട്ട് എഴുതി തന്നെ പോവുക കേട്ടോ. അപ്പം ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് വിദൂര സംവേദനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ആദ്യത്തെ ചിത്രം എന്താണ്? ഒരു സാറ്റലൈറ്റിന്റെ ചിത്രമായിരിക്കും അല്ലെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരിക. നമ്മുടെ സാങ്കേതിക വിദ്യ എത്രമാത്രം പുരോഗമിച്ചു, അത് നമ്മുടെ ജോഗ്രഫി പഠനത്തിലായിക്കോട്ടെ, ഏതൊരു പഠനത്തിലും സാങ്കേതികത എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സാറ്റലൈറ്റിന്റെ ചിത്രമൊക്കെ മനസ്സിൽ അങ്ങ് നിൽക്കട്ടെ, അവിടെ അങ്ങ് നിൽക്കട്ടെ. കാരണം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറെ പിക്ചേഴ്സ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വളരെ നല്ലതാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് വിദൂര സംവേദനം എന്ന് പറയുന്നത്? റിമോട്ട് സെൻസിങ്, വിദൂര സംവേദനം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? വിദൂര സംവേദനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെയോ ഒരു പ്രതിഭാസത്തെയോ കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെ ശേഖരിക്കുന്നതാണ്? സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിമോട്ട് സെൻസിങ് എന്താണെന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ചരിത്രം പഠിക്കുന്നുണ്ട്. എന്താണ് സംവേദകങ്ങൾ എന്താണ് എന്നുള്ളത് പഠിക്കുന്നുണ്ട്. എന്താണ് ഊർജ്ജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദൂര സംവേദനം എന്താണ്? പ്ലാറ്റ്ഫോം അടിസ്ഥാനമാക്കിയുള്ള വിദൂര സംവേദനം എന്താണ്? ഇവയുടെ വിമാനങ്ങൾ, നമുക്കറിയാം സംവേദകങ്ങൾ എന്ന് പറയുമ്പോൾ അത് ബലൂണുകൾ വരും, സ്കാനറുകൾ വരും, വിമാനങ്ങൾ വരും, സാറ്റലൈറ്റുകൾ വരും. ഇതെല്ലാം സംവേദകരാണ് അല്ലെ. അപ്പം ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചിത്രങ്ങൾ പകർത്തുമ്പോൾ ഉണ്ടാകുന്ന എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്, അതുപോലെ തന്നെ എന്തൊക്കെ പോരായ്മകളാണ് സംഭവിക്കുക, ഇതെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ക്ലാസ് കൃത്യമായിട്ട് കേട്ടിരിക്കുക. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. അപ്പൊ ഞാൻ എന്താണ് വിദൂര സംവേദനം എന്താണ് എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് വിദൂര സംവേദനം എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണ്? ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ എങ്ങനെ ശേഖരിക്കുന്നതാണ്? സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. റിമോട്ട് സെൻസിങ് എങ്ങനെ ശേഖരിക്കുന്നതാണ്? സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വിദൂര സംവേദനത്തിന്റെ ഒരു ചരിത്രം, ചെറിയ രീതിയിൽ ഒരു ചരിത്രം പഠിച്ചാലോ? നമുക്ക് കുറെ വർഷങ്ങൾ നോക്കാനുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, നമുക്ക് നോക്കാം. ആകാശമാർഗ ഛായാചിത്രങ്ങൾ വിദൂര സംവേദനത്തിന്റെ പ്രാരംഭഘട്ടമാണ്. എന്താണ് വിദൂര സംവേദനത്തിന്റെ പ്രാരംഭഘട്ടം? ആകാശമാർഗ ഛായാചിത്രങ്ങള് വിദൂര സംവേദനത്തിന്റെ പ്രാരംഭഘട്ടമാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, 1858 വർഷം ശ്രദ്ധിച്ചോണേ. 1858 ഫ്രഞ്ച് ഭൂപട നിർമ്മാതാക്കള് ക്യാമറ ഘടിപ്പിച്ച ഇപ്പൊ ഞാൻ പറഞ്ഞു സംവേദകർ നമ്മൾ പഠിക്കും. ക്യാമറ ഘടിപ്പിച്ച ബലൂണുകളെയും അതുപോലെ തന്നെ വിമാനങ്ങളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എന്തു ചെയ്തു? ഭൂപ്രതലത്തിന്റെ ചിത്രങ്ങളെ ചരിഞ്ഞ കോണില് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ചരിഞ്ഞ കോണില് എടുത്തു. എങ്ങനെ? 1858 ഫ്രഞ്ച് ഭൂപട നിർമ്മാതാക്കള് ഭൂപ്രതലത്തിന്റെ ചിത്രം എങ്ങനെ? ക്യാമറ ഘടിപ്പിച്ച ബലൂണുകളെയും വിമാനങ്ങളെയും പ്രയോജനപ്പെടുത്തി. ക്യാമറ ഘടിപ്പിച്ച ബലൂണുകളെയും വിമാനങ്ങളെയും. ഇതൊക്കെ അത് സംവേദകങ്ങളാണ്. ഏത്? സ്കാനർ, ബലൂണ്, അതുപോലെ തന്നെ വിമാനങ്ങള്, സാറ്റലൈറ്റ്, ഇതെല്ലാം സംവേദകങ്ങളാണ് കേട്ടോ. അപ്പം ഇവിടെ 1858 ഫ്രഞ്ച് ഭൂപട നിർമ്മാതാക്കൾ ഉപയോഗിച്ച സംവേദകർ ഏതൊക്കെയായിരുന്നു? അത് ബലൂണും വിമാനവുമായിരുന്നു. ഇത് രണ്ടും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർ എന്തു ചെയ്തു? ഭൂപ്രതലത്തിന്റെ ചിത്രം ചരിഞ്ഞ കോണിലെടുത്തു. എന്ന് 1858. അപ്പൊ അത്രയും കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? നമുക്കിനി അടുത്തതിലേക്ക് പോയാലോ? ശ്രദ്ധിക്കുക. ഇനി ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഒന്നാം ലോക മഹായുദ്ധങ്ങൾ നടന്ന സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാനായിട്ട് എന്തിനെ പ്രയോജനപ്പെടുത്തി? വിമാനം എന്ന സംവേദകരെയാണ് പ്രയോജനപ്പെടുത്തിയത്.
ഒന്നാം ലോക മഹായുദ്ധം നടന്ന സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ പകർത്താനായിട്ട് വിമാനങ്ങളെ പ്രയോജനപ്പെടുത്തി. അപ്പം ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുമ്പോൾ 1914 അല്ലെ, 1914 ജൂലൈ 28 ടു 1918 നവംബർ എന്നാണ് 11 അല്ലേ, നവംബർ 11. അപ്പം ഒന്നാം ലോക മഹായുദ്ധത്തിൽ യുദ്ധങ്ങൾ നടന്ന സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാനായിട്ട് വിമാനങ്ങളെ പ്രയോജനപ്പെടുത്തി. അപ്പം ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുമ്പോൾ 1914 ജൂലൈ 28 ടു 1918 നവംബർ 11. ഓക്കെ, അപ്പം ഈ യുദ്ധങ്ങൾ നടന്ന സ്ഥലങ്ങളുടെ ചിത്രങ്ങളൊക്കെ എങ്ങനെയാണ് പകർത്തിയത്? എന്തുപയോഗിച്ചുകൊണ്ടാണ് പകർത്തിയത്? വിമാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്, വിമാനം എന്ന സംവേദകരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആ കാലഘട്ടത്തില് ചിത്രങ്ങള് പകർത്തിയത്. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വർഷം പഠിക്കാനുണ്ട്, 1960. 1960 എന്താണെന്ന് നോക്കിയേ. ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിച്ചത് ഏത് വർഷമാണ്? 1960. സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള വിവരശേഖരണം ആരംഭിച്ചത് ഏത് വർഷമാണ്? 1960. അതുപോലെ തന്നെ ചൈറോസ് 1 ഉണ്ട്, ലാൻസാൻ ഉണ്ട്, അതുപോലെ തന്നെ എർത്ത് റിസോഴ്സ് ടെക്നോളജി സാറ്റലൈറ്റ് ഉണ്ട്. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ആദ്യത്തെ കാലാവസ്ഥ കൃത്രിമോപഗ്രഹമാണ് ചൈറോസ്. ടെലിവിഷൻ ഇൻഫ്രാറെഡ് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. ചൈറോസ് 1 എന്താണ്? ആദ്യത്തെ കൃത്രിമോപഗ്രഹം. എന്ത്? കാലാവസ്ഥ കൃത്രിമോപഗ്രഹമാണ് ഇത്, ചൈറോസ് 1. ടെലിവിഷൻ ഇൻഫ്രാറെഡ് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. അതിനുശേഷം 1972 അമേരിക്ക എർത്ത് റിസോഴ്സ് ടെക്നോളജി സാറ്റലൈറ്റ് അമേരിക്ക വിക്ഷേപിച്ചതോടുകൂടിയാണ് വിദൂര സംവേദനത്തിന്റെ ഒരു രണ്ടാം ഘട്ടം, അല്ലെങ്കിൽ ഒരു വിദൂര സംവേദനത്തിന്റെ ഒരു രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് എവിടെയാണ്? അത് 1972 അമേരിക്ക ERTS എർത്ത് റിസോഴ്സ് ടെക്നോളജി സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നതിലൂടെയാണ് ഒരു രണ്ടാം വിദൂര സംവേദനത്തിന് ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നത്. അപ്പോ 1972 അമേരിക്ക ഭൂവിഭവ സാങ്കേതിക ഉപഗ്രഹമായിട്ടുള്ള ERTS എർത്ത് റിസോഴ്സ് ടെക്നോളജി സാറ്റലൈറ്റ് വിക്ഷേപിച്ചു. അതിലൂടെ ഒരു രണ്ടാം വിപ്ലവം, വിദൂര സംവേദനത്തിൽ ഒരു രണ്ടാം വിപ്ലവം ഉണ്ടായി. അത് 1975 ഈ ഒരു വിപ്ലവത്തെ ഏത് പേരിൽ നാമകരണം ചെയ്യപ്പെട്ടു? ലാൻഡ്സാറ്റ് എന്ന പേരിൽ നാമകരണം ചെയ്യപ്പെട്ടു. 1972 ഭൂവിഭവ സാങ്കേതിക ഉപഗ്രഹം അമേരിക്ക വിക്ഷേപിച്ചതോടുകൂടി വിദൂര സംവേദനത്തിൽ ഒരു രണ്ടാം വിപ്ലവം ഉണ്ടായി. അപ്പോ 1975 ഈ ഒരു പരമ്പരയെ ഏത് പേരിൽ നാമകരണം ചെയ്യപ്പെട്ടു? ലാൻഡ്സാറ്റ് എന്ന പേരിൽ നാമകരണം ചെയ്യപ്പെട്ടു. അപ്പൊ മനസ്സിലായല്ലോ. 1960 ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിക്കുന്നത് 1960 ചൈറോസ് എന്ന ആദ്യത്തെ കാലാവസ്ഥ കൃത്രിമോപഗ്രഹം ചൈറോസ് 1, ടെലിവിഷൻ ഇൻഫ്രാറെഡ് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് അതിനുശേഷം 1972 എർത്ത് റിസോഴ്സ് ടെക്നോളജി സാറ്റലൈറ്റ് അമേരിക്ക വിക്ഷേപിച്ചതോടുകൂടി വിദൂര സംവേദനത്തിന് രണ്ടാം വിപ്ലവം ഉണ്ടായി. അതിനുശേഷം 1975 ഈ പരമ്പരയെ ഏത് പേരിൽ നാമകരണം ചെയ്യപ്പെട്ടു? ലാൻഡ്സാറ്റ് എന്ന പേരിൽ നാമകരണം ചെയ്യപ്പെട്ടു. അപ്പൊ അത്രയും കിട്ടിയില്ലേ? അത്രയും മനസ്സിലായില്ലേ? 1858 നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടം 1914 to 1918 നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ കണ്ടത് 1960 ആണ്. അതിനുശേഷം നമ്മൾ നോക്കിയത് 1972, then 1975. ഇനി നമുക്ക് നോക്കാം, അടുത്തത് നോക്കിയേ. അതിനുശേഷം 1986 ഫ്രാൻസിന്റെ സ്പോട്ട് കൃത്രിമോപഗ്രഹം പ്രവർത്തനം ആരംഭിച്ചു. ഫ്രാൻസിന്റെ സ്പോട്ട് കൃത്രിമോപഗ്രഹം പ്രവർത്തനം ആരംഭിച്ചു. കൃത്രിമോപഗ്രഹം
1886 ഫ്രാൻസിന്റെ കൃത്രിമോപഗ്രഹം പ്രവർത്തനം ആരംഭിച്ചു. ഏത്? സ്പോട്ട് പ്രവർത്തനം ആരംഭിച്ചു. അപ്പൊ അത്രയും കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ ഏതൊക്കെ സാറ്റലൈറ്റുകളെ കുറിച്ചാണ് പഠിച്ചത്? സ്പോട്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് പറഞ്ഞത്? ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിവരശേഖരണം ആരംഭിക്കുന്നത് എപ്പോഴാണ്? 1960-ലാണ്. അതിനുശേഷം നമ്മൾ ടൈറോസ് 1 കണ്ടു. ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹം നമ്മൾ കണ്ടു. അതിനുശേഷം 1972 അമേരിക്ക വിക്ഷേപിച്ച എർത്ത് റിസോഴ്സ് ടെക്നോളജി സാറ്റലൈറ്റ് നമ്മൾ കണ്ടു. അതിനുശേഷം എന്ത് ചെയ്തു? ഒരു വിദൂര സംവേദനത്തില് ഒരു രണ്ടാം വിപ്ലവമായിരുന്നു ഏത്? ഈ എർത്ത് റിസോഴ്സ് ടെക്നോളജി സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 1975 ഈ പരമ്പരയെ ഏത് പേരിലാണ് നാമകരണം ചെയ്യപ്പെട്ടത്? ലാൻഡ്സാറ്റ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. അതിനുശേഷം 1986 ഫ്രാൻസിന്റെ സ്പോട്ട് എന്ന കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ചു. അപ്പം ഇത്രയും മനസ്സിലായല്ലോ? ഇത്രയും കിട്ടിയല്ലോ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? ശ്രദ്ധിക്കാം. ഇനി എന്താണ് സംവേദകങ്ങൾ? നമ്മൾ സെൻസേഴ്സ് എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് കുറേ സംവേദകരുണ്ട്. ആ സംവേദകരുള്ളത് കൊണ്ടാണ് നമ്മൾ ഭൂമിയുടെ ചിത്രങ്ങൾ കൃത്യമായിട്ട് പകർത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ഒരു ചിത്രം ഫോണിൽ നമ്മൾ പകർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തെ മാത്രമേ ചിത്രമേ കിട്ടത്തുള്ളൂ, അല്ലെ? ഈ ഒരു ഭാഗത്തെ ചിത്രം മാത്രമേ കിട്ടത്തുള്ളൂ. എന്നാലോ അല്ലാതെ എന്താണ് സംവേദകരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചിത്രം പകർത്തുമ്പോൾ, അതായത് ഈ ബലൂണ്, വിമാനങ്ങൾ, അല്ലെങ്കിൽ സ്കാനറുകൾ, അല്ലെങ്കിൽ സാറ്റലൈറ്റുകൾ പോലുള്ള സംവേദകരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചിത്രം പകർത്തുമ്പോൾ വിശാലമായ രീതിയിലുള്ള ഭൂപ്രതലത്തിന്റെ ചിത്രം നമുക്ക് കിട്ടും, അല്ലെ? അപ്പം അതാണ് വ്യത്യാസം. അപ്പൊ എന്താണ് സംവേദകങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഓരോന്നും കൃത്യമായിട്ട് നോക്കാം. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ക്ലാസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ വിദൂര സംവേദനം നമ്മൾ നോക്കി. എന്താണ് വിദൂര സംവേദനം എന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ ചരിത്രം നോക്കി. ഏത് ഉപഗ്രഹം ഉപയോഗിച്ചുകൊണ്ടുള്ള വിദൂര സംവേദനം ആരംഭിച്ചത് ഏത് കാലഘട്ടത്തിലായിരുന്നു? ഏത് വർഷമായിരുന്നു? 1960-ലായിരുന്നു, അല്ലേ? 1960-ലായിരുന്നു. അപ്പം അത്രയും നമുക്ക് കിട്ടി. നമ്മൾ ഇനി അടുത്തതിലേക്ക് വന്നു. സംവേദകങ്ങൾ. എന്താണ് സംവേദകം എന്ന് നോക്കിയാലോ? ശ്രദ്ധിച്ചിരിക്കുക. വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളാണ് സംവേദകങ്ങൾ അഥവാ സെൻസേഴ്സ് എന്ന് പറയുന്നത്. എന്താണ്? എങ്ങനെയാണ് ചിത്രങ്ങൾ പകർത്തുന്നത്? വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളാണ് സംവേദകങ്ങൾ എന്ന് പറയുന്നത്. വിദൂര സംവേദനത്തിലൂടെ ചിത്രങ്ങൾ പകർത്തുന്ന ഉപകരണം ഒരെണ്ണം പറഞ്ഞേ, ഒരു എക്സാമ്പിൾ പറഞ്ഞേ. സാറ്റലൈറ്റ് ഒരു എക്സാമ്പിൾ ആണ്, അല്ലെ? ഇങ്ങനെ നോക്കിക്കേ. ഇനി ലഭിക്കുന്ന ഡാറ്റയുടെ രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ സംവേദകങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കും. ഇങ്ങനെ കാണിച്ചാൽ 4 ആയി പോയല്ലോ. ഓക്കെ. ലഭിക്കുന്ന ഡാറ്റയുടെ രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ സംവേദകങ്ങളെ എത്രയായിട്ട് തിരിക്കുന്നു? 2 തിരിക്കുന്നു. ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഫോട്ടോഗ്രാഫിക് സെൻസർ, അനലോഗ് സെൻസർ. ഫോട്ടോഗ്രാഫിക് സെൻസർ ഏതാണ്? എക്സാമ്പിൾ ഒരു ക്യാമറ. ഫോട്ടോഗ്രാഫിക് സെൻസർ ക്യാമറ. ദെൻ നോൺ ഫോട്ടോഗ്രാഫിക് സെൻസർ, അത് ഡിജിറ്റൽ സെൻസർ. അതേതാണ്? സ്കാനർ. എന്താണ്? ലഭിക്കുന്ന ഡാറ്റയുടെ രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ സംവേദകങ്ങളെ 2 തിരിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്ന രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തിനെ 2 തരംതിരിക്കുന്നു? സംവേദകങ്ങളെ 2 തരംതിരിക്കുന്നു. അപ്പം ഒന്ന് ഫോട്ടോഗ്രാഫിക് സെൻസർ ആണ്, 2 നോൺ ഫോട്ടോഗ്രാഫിക് സെൻസർ ആണ്. ഫോട്ടോഗ്രാഫിക് സെൻസർ എന്താണ്? അത് ക്യാമറയാണ്. നോൺ ഫോട്ടോഗ്രാഫിക് സെൻസർ ഏതാണ്? അത് സ്കാനർ ആണ്, കേട്ടോ. അപ്പം അനലോഗ് സെൻസറും ഡിജിറ്റൽ സെൻസറും. അപ്പൊ നമ്മൾ എന്താണ് ഫോട്ടോഗ്രാഫിക് സെൻസർ എന്ന് പറഞ്ഞു, എന്താണ് നോൺ ഫോട്ടോഗ്രാഫിക് സെൻസർ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്കാനറുകളെ കുറിച്ചാണ്, സംവേദകങ്ങളെ കുറിച്ചാണ്. ശ്രദ്ധിക്കുക. എന്താണെന്ന് നോക്കിയേ. വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുന്ന ദൃശ്യപ്രകാശത്തെയാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? ക്യാമറ പകർത്തിയെടുക്കുന്നത്. ഇപ്പൊ ഒരു ഇരുട്ട് മുറിയാണ്, ഒരു ഇരുട്ട് റൂമാണ്. അവിടെ ചെന്ന് നമ്മൾ ക്യാമറ കൊണ്ട് ചിത്രം എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഒന്നും കാണാൻ പറ്റത്തില്ല, അല്ലെ? അവിടെ പക്ഷെ എന്ത് ചെയ്യണം? എന്ത് വേണം? ഊർജം വേണം, പ്രകാശം വേണം, അല്ലെ? എന്താണ്? വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുന്ന ദൃശ്യപ്രകാശത്തെയാണ് എപ്പോഴും ക്യാമറ ഒപ്പിയെടുക്കുന്നത്. എന്നാൽ ഇവ കൂടാതെ എന്താണ്? വൈദ്യുത കാന്തിക വികിരണത്തെ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? രേഖപ്പെടുത്താൻ കഴിയുന്ന സങ്കീർണ ഉപകരണങ്ങളാണ് സ്കാനറുകൾ എന്ന് പറയുന്നത്. എന്താണ്?
സങ്കീർണ ഉപകരണങ്ങളാണ് സ്കാനർ. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ കൂടി രേഖപ്പെടുത്താനായിട്ട് എന്ത് കഴിയുന്നുണ്ട്? രേഖപ്പെടുത്താനായിട്ട് കഴിയുന്ന സങ്കീർണ ഉപഗ്രഹങ്ങൾ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന് രേഖപ്പെടുത്താൻ കഴിയുന്ന സങ്കീർണ ഉപകരണങ്ങളാണ് സ്കാനറുകൾ എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായില്ലേ? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പൊ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ? വൈദ്യുത കാന്തിക വികിരണം. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പൊ എന്താണ്? വൈദ്യുത കാന്തികരണ വികിരണത്തെ കൂടി രേഖപ്പെടുത്താനായിട്ട് കഴിയുന്ന സങ്കീർണ ഉപകരണങ്ങളാണ് സ്കാനറുകൾ. എന്താണ് വൈദ്യുത കാന്തിക വികിരണം? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഇനി നോക്കിയേ, ഇനി എന്താണ് ഇന്ന് നമുക്ക് നോക്കാം. കുറെ നമുക്ക് നോക്കാനുണ്ട്. സെൻസർ റെസൊല്യൂഷൻ നമുക്ക് നോക്കാം. സ്പേഷ്യൽ റെസൊല്യൂഷൻ ഉണ്ട്, സ്പെക്ട്രൽ റെസൊല്യൂഷൻ ഉണ്ട്, റേഡിയോമെട്രിക് റെസൊല്യൂഷൻ ഉണ്ട്. സ്പേഷ്യൽ റെസൊല്യൂഷൻ ഉണ്ട്, അതുപോലെ തന്നെ സ്പെക്ട്രൽ റെസൊല്യൂഷൻ ഉണ്ട്, അതുപോലെ തന്നെ റേഡിയോമെട്രിക് റെസൊല്യൂഷനും ഉണ്ട്. റേഡിയോമെട്രിക് റെസൊല്യൂഷൻ സെൻസർ എന്താണ് റെസൊല്യൂഷൻസ് ആണ് കേട്ടോ. സെൻസർ റെസൊല്യൂഷൻസ് നമുക്ക് നോക്കാം. ആദ്യം എന്താണ് നമുക്ക് സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്താണ് എന്ന് നോക്കാം. സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്താണെന്ന് നോക്കിയേ. ഒരു സെൻസറിനെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഭൂതലത്തിലെ ഏറ്റവും ചെറിയ വസ്തുവിന്റെ വലിപ്പമാണ് ആ സെൻസറിന്റെ എന്താണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഒരു സെൻസറിന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഭൂതലത്തിലെ ഏറ്റവും ചെറിയ വസ്തുവിന്റെ വലിപ്പമാണ് ആ സെൻസറിന്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് സെൻസർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? സെൻസർ റെസൊല്യൂഷൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്പേഷ്യൽ റെസൊല്യൂഷൻ ഉണ്ട്, സ്പെക്ട്രൽ റെസൊല്യൂഷൻ ഉണ്ട്, റേഡിയോമെട്രിക് റെസൊല്യൂഷൻ ഉണ്ട്. അവിടെ നമ്മൾ സ്പേഷ്യൽ റെസൊല്യൂഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ? ഒരു സെൻസറിന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഭൂതലത്തിലെ ഏറ്റവും ചെറിയ വസ്തുവിന്റെ വലിപ്പമാണ് ആ സെൻസറിന്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? റെസൊല്യൂഷനിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് ഉപഗ്രഹ ചിത്രങ്ങളും എന്ത് ചെയ്യുന്നു? അതിലും എന്തുണ്ട്? ചിത്രങ്ങളില് വ്യക്തതയിലും എന്ത് സംഭവിക്കുന്നുണ്ട്? വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അപ്പം റെസൊല്യൂഷനിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് ഉപഗ്രഹ ചിത്രങ്ങളുടെ വ്യക്തതയിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങളുടെ വ്യക്തതയിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അപ്പം എന്താണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് നോക്കാം. ഇനി നോക്കിയേ, എന്താണ് സ്പെക്ട്രൽ റെസൊല്യൂഷൻ എന്ന് നോക്കിയേ. സ്പെക്ട്രൽ റെസൊല്യൂഷൻ വൈദ്യുത കാന്തിക വികിരണത്തിന്റെ വിവിധ ബാൻഡുകളിലെ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ വിവിധ ബാൻഡുകളിലെ സെൻസറിന്റെ സംവേദന ശക്തിയെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് എന്ന് പറയുന്നത് സ്പെക്ട്രൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓരോ വസ്തുവിലും പ്രതിഫലിക്കുന്ന ഊർജത്തിന്റെ അളവാണ് സ്പെക്ട്രൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൻസർ റെസൊല്യൂഷൻ ഏതൊക്കെയാണ്? സ്പേഷ്യൽ റെസൊല്യൂഷൻ, അതുപോലെ തന്നെ സ്പെക്ട്രൽ റെസൊല്യൂഷൻ, റേഡിയോമെട്രിക് റെസൊല്യൂഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചു. എന്താണ് സംവേദകം എന്ന് നമ്മൾ പഠിച്ചു. എന്താണ് സംവേദകം? ആരാണ് സംവേദകര്? സംവേദകർ ആരൊക്കെയാണ്? ബലൂണുകൾ, വിമാനങ്ങൾ, സാറ്റലൈറ്റുകൾ, ഇതെല്ലാം ആരൊക്കെയാണ്? ഇവരെല്ലാം സംവേദകരാണ്, അല്ലെ? സെൻസേഴ്സ് ആണ്. ഇനി അതുപോലെ തന്നെ വസ്തുവിൽ പ്രതിഫലിക്കുന്ന വൈദ്യുത കാന്തിക വികിരണത്തെ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെയാണ് ആര് പകർത്തുന്നത്? സംവേദകര് പകർത്തുന്നത്. എന്താണ്? വസ്തുവിൽ പ്രതിഫലിക്കുന്ന വൈദ്യുത കാന്തിക വികിരണത്തെ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെയാണ് പകർത്തുന്നത്? ഈ സംവേദകര് പകർത്തുന്നത്. അപ്പം ഇത്രയും മനസ്സിലായില്ലേ? അതിനുശേഷം നമ്മൾ സെൻസർ റെസൊല്യൂഷൻ പറഞ്ഞു, സ്പേഷ്യൽ റെസൊല്യൂഷൻ, സ്പെക്ട്രൽ റെസൊല്യൂഷൻ, അതുപോലെ തന്നെ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ. ഇത്രയും മനസ്സിലായല്ലോ? ഇച്ചിരി പാടാണ്, പക്ഷെ കുഴപ്പമില്ലല്ലോ, നമുക്ക് പഠിക്കാവുന്നല്ലേ ഉള്ളൂ. കുഴപ്പമില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് അടുത്ത ക്ലാസ്സിൽ വരുത്തുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി നമുക്ക് ഊർജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയും പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയിട്ടും വിദൂര സംവേദനത്തെ തിരിക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. ഇനി ഊർജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണമാണ്
പാസീവ് റിമോട്ട് സെൻസിങ്ങും ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങും. എന്താണ് പാസീവ് റിമോട്ട് സെൻസിങ്, എന്താണ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ് നോക്കാം. ശ്രദ്ധിക്കുക, രണ്ട് ചിത്രമുണ്ട്, രണ്ട് പിക്ചർ. ഒന്ന് പാസീവ് റിമോട്ട് സെൻസിങ്ങിനെയും ഒന്ന് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങിനെയും സൂചിപ്പിക്കുന്നതാണ്. ഇതാണ് പാസീവ് റിമോട്ട് സെൻസിങ്ങിനെ സൂചിപ്പിക്കുന്ന ചിത്രം, ഇതാണ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങിനെ സൂചിപ്പിക്കുന്ന ചിത്രം. അപ്പം എന്താണ് എന്ന് നോക്കാം. അതിനു മുമ്പ് ശ്രദ്ധിക്കുക, പരോക്ഷ വിദൂര സംവേദനം, പ്രത്യക്ഷ വിദൂര സംവേദനം. എന്താണ് പരോക്ഷം, എന്താണ് പ്രത്യക്ഷം എന്ന് നോക്കാം. എന്താണ് ഇത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ചിത്രം നമുക്ക് നോക്കാം. ചിത്രം നോക്കിയിട്ട് നമുക്ക് പോകാം. പിക്ചർ നോക്കിയേ, ശ്രദ്ധിച്ചേ. അപ്പം ഇതെന്താണ്? ഇത് പരോക്ഷ വിദൂര സംവേദനമാണ്. ഇത് പരോക്ഷ വിദൂര സംവേദനമാണ്. ഇത് പ്രത്യക്ഷ വിദൂര സംവേദനമാണ്. നമുക്ക് എഴുതാം. ഇത് പരോക്ഷം, ഇത് പരോക്ഷമാണേ. ഇത് പ്രത്യക്ഷം. പ്രത്യക്ഷ വിദൂര സംവേദനം, പരോക്ഷ വിദൂര സംവേദനം. അപ്പൊ നമുക്ക് ആദ്യം പരോക്ഷം നോക്കാം. ഇവിടെ എന്താന്ന് നോക്കിയേ. ഇവിടെ ഇത് സൂര്യനാണ് കേട്ടോ. ഇത് സൂര്യനാണേ. ഇത് സണ്ണാണ്. ഇത് സൂര്യൻ. ഇതപ്പൊ എന്താ? ഈ ചിത്രം പകർത്തുന്നത് ആരാ? അപ്പൊ ഇത് എന്ത്? സാറ്റലൈറ്റ് ആണല്ലേ. അപ്പൊ ഇതെന്താ? ഇത് സംവേദകരാണല്ലേ. സാറ്റലൈറ്റ് എന്താണ്? സംവേദകരാണ്. അപ്പൊ നമുക്ക് സംവേദകർ എന്ന് തന്നെ ഇവിടെ എഴുതാം. സംവേദകരാണ് അല്ലെ, സംവേദകരാണ്. ഇന്ന് നോക്കിയേ, ഇതെന്താണ്? എർത്താണ്. ഇത് ഭൂമിയാണ് അല്ലെ, ഇത് ഭൂമിയാണ്. ഭൂമി, സൂര്യനുണ്ട്, ഭൂമിയുണ്ട്, സംവേദകരുണ്ട്. സംവേദകരാണ്, ഉപഗ്രഹമാണ്, സാറ്റലൈറ്റ് ആണ്. പിക്ചർ ക്ലിയർ ആണല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇതെന്താണ്? സൂര്യനാണ്, ഭൂമിയാണ്, സംവേദകരാണ് അല്ലേ. അപ്പം നമുക്ക് ശ്രദ്ധിക്കാം, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സൗരോർജത്തിന്റെ സഹായത്തോടെ ഇങ്ങോട്ട് ഭൂമിയിലേക്ക് സൗരോർജം പതിക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? സംവേദകര് ചിത്രം എന്ത് ചെയ്യുന്നു? പകർത്തുന്നു. എന്തിന്റെ സഹായത്തോടെ? സൗരോർജത്തിന്റെ സഹായത്തോടെ. സൗരോർജത്തിന്റെ സഹായത്തോടെ ചിത്രങ്ങൾ പകർത്തുന്ന, അല്ലെങ്കിൽ സൗരോർജത്തിന്റെ സഹായത്തോടെ ചിത്രങ്ങൾ പകർത്തുന്ന വിദൂര സംവേദനമാണ് ഏത് എന്ന് പറയുന്നത്? പരോക്ഷ വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? നമ്മുടെ സംവേദകര് എന്ത് ചെയ്യുന്നുണ്ടോ? ഊർജം പുറപ്പെടുവിപ്പിക്കുന്നുണ്ടോ? ഇല്ല. പകരം എന്ത് ചെയ്യുന്നുണ്ട്? പകരം എന്താണ് ചെയ്യുന്നത്? സൗരോർജത്തിന്റെ സഹായത്തോടെ ചിത്രം പകർത്തുന്നു. മനസ്സിലായല്ലോ? നോക്കിയേ, സൗരോർജത്തിന്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് എന്ത്? പരോക്ഷ വിദൂര സംവേദനം. സൗരോർജത്തിന്റെ സഹായത്തോടെ സംവേദനം നടത്തുന്നതാണ് പരോക്ഷ വിദൂര സംവേദനം. ഇവിടെ സംവേദകര് സ്വയം ഊർജം പുറപ്പെടുവിക്കുന്നില്ല നമ്മൾ പറഞ്ഞു അല്ലേ. സംവേദകര് സ്വയം ഊർജം പുറപ്പെടുവിക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെ സംവേദകര് സ്വയം ഊർജം പുറപ്പെടുവിപ്പിക്കുന്നില്ല. അപ്പൊ അതെന്താണ്? പാസീവ് റിമോട്ട് സെൻസിങ് ആണ്. ഇനി എന്താണ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് നോക്കിയാലോ. ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്താണ് എന്ന് നോക്കിയേ. ഇവിടെ എന്താണ്? ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സൗരോർജത്തിന്റെ സഹായമുണ്ടോ? ഇല്ല. പകരം എന്താണ്? സംവേദകരെ പുറപ്പെടുവിപ്പിക്കുന്ന കൃത്രിമ ഊർജത്തിന്റെ സഹായത്തോടെ ചിത്രം പകർത്തുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം അഥവാ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് എന്താണ്? ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്തിൽ നിന്നാണ്? സംവേദകര് പുറപ്പെടുവിപ്പിക്കുന്ന കൃത്രിമ ഊർജത്തിന്റെ അടിസ്ഥാനത്തില് ചിത്രം പകർത്തുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഇവിടെ സാറ്റലൈറ്റ് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രകാശം, ഊർജം പുറപ്പെടുവിപ്പിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റലൈറ്റ് ഭൂമിയുടെ ചിത്രം പകർത്തുന്നു. മനസ്സിലായല്ലോ? നമുക്കൊന്നുകൂടെ നോക്കാൻ ശ്രദ്ധിച്ചേ. സംവേദകർ, സെൻസേഴ്സ് പുറപ്പെടുവിപ്പിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിന്റെ അഥവാ ഊർജത്തിന്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം അഥവാ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് പാസീവ് റിമോട്ട് സെൻസിങ്, എന്താണ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പം എന്താണ് ഇത് എന്താണ്? പരോക്ഷ വിദൂര സംവേദനം, പാസീവ് റിമോട്ട് സെൻസിങ്ങിന്റെ ഒരു പിക്ചറാണ് അല്ലെ. ഇത് പാസീവ് റിമോട്ട് സെൻസിങ്ങിന്റെ പിക്ചറാണ്. ഇത് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങിന്റെ പിക്ചറാണ്. അപ്പം എന്താണ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്, എന്താണ് പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നോക്കാം പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനം. അപ്പൊ നമ്മൾ ഇപ്പം പറഞ്ഞത് എന്താണ്? ഊർജത്തെ അടിസ്ഥാനമാക്കിയിട്ട് വിദൂര സംവേദനത്തെ രണ്ടായിട്ട് തിരിക്കുന്നു. ഒന്ന്
പരോക്ഷ വിദൂര സംവേദനം അഥവാ പാസീവ് റിമോട്ട് സെൻസിങ് എന്താണ്? സൗരോർജത്തിന്റെ സഹായത്തോടെ വിദൂര സംവേദനം നടത്തുന്ന രീതിയാണ് പ്രത്യക്ഷ വിദൂര സംവേദനം. ഇവിടെ സംവേദകം സ്വയം ഊർജം പുറപ്പെടുവിപ്പിക്കുന്നില്ല. ഇനിയും എന്താണ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ് അഥവാ പരോക്ഷ വിദൂര സംവേദനം? സംവേദനം പുറപ്പെടുവിപ്പിക്കുന്ന കൃത്രിമമായിട്ടുള്ള ഊർജത്തിന്റെ അടിസ്ഥാനത്തിൽ ചിത്രം പകർത്തുന്നതിനെയാണ് പ്രത്യക്ഷ വിദൂര സംവേദനം അഥവാ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം നോക്കാം. ശ്രദ്ധിക്കുക, സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലങ്ങളാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലങ്ങളാണ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഈ വിമാനങ്ങള്, ബലൂണുകള്, ഉപഗ്രഹങ്ങൾ എന്നിവയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സംവേദകങ്ങൾ സ്ഥാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് സംവേദകം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലങ്ങളെയാണ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇവിടെ വിമാനങ്ങള്, ബലൂണുകള്, ഉപഗ്രഹങ്ങളിലൊക്കെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്? സംവേദകങ്ങൾ സ്ഥാപിക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇനി നോക്കിയേ, ഊർജ്ജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയും പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയും വിദൂര സംവേദനത്തെ വർഗീകരിക്കുന്നത് നമ്മൾ ഓൾറെഡി കണ്ടത് അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇത് മുമ്പ് ആദ്യത്തെ പോയിന്റ് ആയിരുന്നു. ഊർജ്ജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയും പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയിട്ടും വിദൂര സംവേദനത്തെ തരംതിരിക്കാൻ സാധിക്കുന്നുള്ളത് നോക്കണ്ട കേട്ടോ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി അപ്പൊ നമ്മൾ എന്താണ് പ്ലാറ്റ്ഫോം ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്? ഈ സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലങ്ങളാണ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. സംവേദകങ്ങൾ ഇവിടെയൊക്കെ സ്ഥാപിക്കാനായിട്ട് സാധിക്കും. വിമാനത്തിൽ, ബലൂണിൽ, അതുപോലെ സാറ്റലൈറ്റിലൊക്കെ സ്ഥാപിക്കാനായിട്ട് സാധിക്കും. ഇനി നോക്കിയേ, അടുത്ത നോക്കിയേ, ഈ പിക്ചർ മാത്രം നോക്കിയാൽ മതി, എഴുതിയിരിക്കുന്നത് നോക്കണ്ട കേട്ടോ, ക്ലിയർ അല്ല. എഴുതിയിരിക്കുന്നത് നോക്കണ്ട, പിക്ചർ മാത്രം നോക്കിയാൽ മതി. നോക്കുക, നമ്മൾ പ്ലാറ്റ്ഫോമിനെ അപ്പൊ ഊർജ്ജ ഉറവിടത്തെ അടിസ്ഥാനമാക്കി രണ്ടായിട്ട് തിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു, പരോക്ഷവും പ്രത്യക്ഷവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി തിരിക്കുന്ന ഏതൊക്കെയാണെന്ന് നോക്കിയേ. അത് ഭൂതല ഛായാഗ്രഹണം, അതുപോലെ തന്നെ ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം. പിക്ചർ നോക്കണ്ട, എഴുതിയിരിക്കുന്നത് കറക്റ്റ് അല്ല കേട്ടോ, നോക്കണ്ട. ഇതേ ഞാൻ പിക്ചർ മാത്രം ഉൾപ്പെടുത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ചർ എടുത്തത്. എന്താണ്? ഭൂതല ഛായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, അതുപോലെ തന്നെ ഉപഗ്രഹ വിദൂര സംവേദനം. പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള സംവേദനങ്ങൾ ഏതൊക്കെയാണ്? വിദൂര സംവേദനങ്ങൾ ഏതൊക്കെയാണ്? ഭൂതല ഛായാഗ്രഹണം, അതുപോലെ തന്നെ ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം. ഏതൊക്കെയാണ് നമുക്ക് ഓരോന്നും ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ഓരോന്നും കൊണ്ട് എടുത്ത പിക്ചർ നോക്കിയേ. ഇത് ഭൂതലത്തിൽ നിന്നും അല്ലെങ്കിൽ ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും എന്താണ് ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ പകർത്തുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇങ്ങനെയായിരിക്കും അല്ലേ ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ പുറത്ത് പോയി ഒരു പിക്ചർ എടുക്കുകയാണ്, അപ്പൊ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. അതുപോലെ തന്നെ എന്താണ്, ഇപ്പൊ നമ്മൾ ആകാശീയ വിദൂര സംവേദനം നടത്തുകയാണ്. അവിടെ നമ്മൾ വിമാനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദകം ഉപയോഗിച്ചുകൊണ്ട് പിക്ചർ എടുക്കുകയാണ്. അപ്പൊ എങ്ങനെയായിരിക്കും പിക്ചർ ഉണ്ടാവുക? ഇങ്ങനെയായിരിക്കും പിക്ചർ ഉണ്ടാകുക. അതുപോലെ തന്നെ ഉപഗ്രഹ വിദൂര സംവേദനത്തിൽ നമ്മൾ പിക്ചർ എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും? അത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പം ഈ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ എന്താണ് ഭൂപ്രതലത്തിൽ നിന്നൊരു ചിത്രം എടുക്കുമ്പോൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ ആകാശിക വിദൂര സംവേദനത്തിലൂടെ നമ്മൾ ചിത്രം പകർത്തുമ്പോൾ എങ്ങനെയാണ്, സാറ്റലൈറ്റ് ചിത്രങ്ങൾ പകർത്തുമ്പോൾ എങ്ങനെയാണ്, അപ്പം ഇതൊന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചിത്രം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എടുക്കുമ്പോൾ ഉള്ള വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പം ഇതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. എല്ലാം ഒന്ന് ഓർത്തെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? ശ്രദ്ധിക്കുക. ഇനി പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം നമ്മൾ പറഞ്ഞു. ഭൂതല ഛായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം, ഇത്രയും നമ്മൾ പറഞ്ഞു. ഇനി നോക്കിയേ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഭൂതല ഛായാഗ്രഹണം എന്താണെങ്കിൽ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി എന്താണെന്ന് നോക്കിയേ. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിലെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്നതിനെയാണ് ഭൂതല ഛായാഗ്രഹണം എന്ന് പറയുന്നത്. നമ്മൾ പിക്ചർ കണ്ടുവല്ലോ, പിക്ചർ നമ്മൾ കണ്ടു. ഇനി എന്താണ് ആകാശീയ വിദൂര ഏരിയ റിമോട്ട് സെൻസിങ് എന്താണെന്ന് നോക്കിയേ. എവിടെ നിന്നാണ്? വിമാനങ്ങളിലോ ബലൂണുകളിലോ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്താൽ ആകാശത്തിൽ നിന്ന് ഭൂപ്രതലത്തിന്റെ ചിത്രങ്ങൾ പകർത്തുന്നതിനാണ് ആകാശീയ വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഇനി നോക്കിയേ എന്താണ് ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് നോക്കാം. അതിന് മുമ്പ് ഓക്കെ, നമുക്കറിയാം നമ്മൾ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി നമ്മൾ പറഞ്ഞു. അത് നമുക്ക് സാധാരണ നമ്മളിപ്പോൾ നമ്മളൊരിടത്ത് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോവുകയാണ്, അപ്പൊ നമ്മൾ പിക്ചർ എടുത്തു. അതെന്താണ്? ഭൂതല ഛായാഗ്രഹണമാണ് അല്ലേ. ഭൂതല ഛായാഗ്രഹണത്തിലൂടെ നമ്മളെടുത്ത പിക്ചർ ആണ്. ഇനി നോക്കിയേ നമുക്ക് എന്താണ് ആകാശീയ വിദൂര സംവേദനം എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം.
ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി പറഞ്ഞു എവിടെ നിന്നാണ് ബലൂണുകളിലോ വിമാനങ്ങളിലോ ഘടിപ്പിച്ചിട്ടുള്ള സംവേദനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പിക്ചർ എടുക്കുന്ന ചിത്രം പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഇത് നോക്കി, ഈ ആകാശീയ വിദൂര സംവേദനം ആവശ്യാനുസൃതമായി ഏത് പ്രദേശത്തിന്റെ വിവരശേഖരണം വേണമെങ്കിൽ നടത്താൻ സാധ്യമാക്കുന്ന വിദൂര സംവേദനമാണ് ആകാശീയ വിദൂര സംവേദനം എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് പിക്ചർ ഒക്കെ നോക്കാനുണ്ട്. ഇനി താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവര ശേഖരണത്തിന് ഈ രീതി ഉപയോഗിക്കുന്നു. എന്താണ്? താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവര ശേഖരണത്തിന് ആകാശീയ വിദൂര സംവേദനം എന്ന രീതിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ ആകാശീയ വിദൂര സംവേദനത്തിന്റെ പോരായ്മകൾ കുറേ ഉണ്ട്. ഒന്നാമത്തെ പോരായ്മ എന്ന് പറയുന്നത് വിമാനത്തിനുണ്ടാകുന്ന കുലുക്കം ചിത്രങ്ങളുടെ ഗുണമേന്മയെ ബാധിക്കുന്നു. അതുപോലെ തന്നെ വിസ്തൃതമായിട്ടുള്ള പ്രദേശങ്ങളിലെ ചിത്രീകരണം എന്ത് ചെയ്യുന്നില്ല, അത് പ്രായോഗികമായിട്ട് വരുന്നില്ല. അതുപോലെ തന്നെ വിമാനത്തിന് പറന്നുയരാനും ഇറങ്ങാനും തുറസായ സ്ഥലം ആവശ്യമാണ്. അതുപോലെ തന്നെ അപ്പൊ അടുത്ത പോയിന്റ് എന്താണ്? ഇന്ധനം നിറയ്ക്കുന്നതിന് വിമാനം ഇടയ്ക്കിടെ നിലത്തിറക്കുന്നത് എന്തിന് കാരണമാകുന്നുണ്ട്? ചിലവ് കൂടുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പം ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്താണ്? ആകാശീയ വിദൂര സംവേദനത്തിന്റെ പോരായ്മകളാണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ആകാശീയ വിദൂര സംവേദന സർവേ നടത്തുന്നതിൽ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജൻസികളാണ് ഇന്ത്യൻ വ്യോമസേന, എയ്റോസ്പേസ് കമ്പനി, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ. എന്താണ്? ഇന്ത്യൻ വ്യോമസേന, എയ്റോസ്പേസ് കമ്പനി, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ. അപ്പോൾ ഇനിയും പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണേ. ആകാശീയ ചിത്രങ്ങളിലെ തുടർച്ച നിലനിർത്തുന്നതിന് സ്റ്റീരിയോസ്കോപ്പിന്റെ സഹായത്താൽ ത്രിമാനതല വീക്ഷണം ലഭ്യമാക്കുന്നതിന് വേണ്ടി അതായത് തുടർച്ച നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റീരിയോസ്കോപ്പിന്റെ സഹായത്താല്, ഈ ആകാശീയ ചിത്രത്തിലെ തുടർച്ച നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്തിന്റെ സഹായത്താല്? സ്റ്റീരിയോസ്കോപ്പിന്റെ സഹായത്താല് ത്രിമാനതല വീക്ഷണം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഓരോ ആകാശീയ ചിത്രത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? ചിത്രം എടുക്കുന്നതിന് തൊട്ടു മുമ്പ് ചിത്രീകരിച്ച പ്രദേശത്തിന്റെ എത്ര ശതമാനമാണ്? 60%. ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും ഒന്നുകൂടി ഒന്നുകൂടി പകർത്തുന്നുണ്ട്. ഇതിനെയാണ് ഓവർലാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഓവർലാപ്പ് എന്ന് മനസ്സിലായല്ലോ? എന്തിനു വേണ്ടിയിട്ടാണ്? തുടർച്ച നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. അത് ആകാശീയ ചിത്രങ്ങളിലെ തുടർച്ച നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്തിന്റെ സഹായത്താൽ? സ്റ്റീരിയോസ്കോപ്പിന്റെ സഹായത്താൽ ത്രിമാനതല വീക്ഷണം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഓരോ ആകാശീയ ചിത്രത്തിലും തൊട്ടുമുമ്പ് ചിത്രീകരിച്ച പ്രദേശത്തിന്റെ ഏകദേശം 60% ഭാഗം കൂടി പകർത്തിയെടുക്കുന്നതിനെയാണ് ഓവർലാപ്പ് എന്ന് പറയുന്നത്. നമുക്ക് പിക്ചർ ശ്രദ്ധിക്കാം. അപ്പം ഇത് സംവേദകമാണ്. അപ്പൊ വിമാനമാണ്, ആകാശീയ ചിത്രമല്ലേ, നമുക്ക് വിമാനം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റീരിയോസ്കോപ്പിന്റെ സഹായത്താൽ എന്ത് ചെയ്യുന്നുണ്ട്? ആകാശീയ ചിത്രം പകർത്തുകയാണ്. ആകാശീയ ചിത്രം ഇവിടെ പകർത്തുകയാണ്. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. നമ്മൾ പറഞ്ഞു എന്താണ്? ഓൾറെഡി തുടർച്ച നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എയുടെ ചിത്രം നമ്മൾ എടുത്തു, അതിനുശേഷം ബിയുടെ ചിത്രം എടുക്കുകയാണ്. അപ്പൊ എവിടുന്നാണ് എടുക്കുന്നത്? ഈ എടുത്ത എയുടെ 60% ഭാഗത്തോളം വീണ്ടും പകർത്തിയിട്ടുണ്ട്. ഇതിനെയാണ് എന്ത് എന്ന് പറയുന്നത്? ഓവർലാപ്പ് എന്ന് പറയുന്നത്. എന്താണ് ഓവർലാപ്പ് എന്ന് പറയുന്നത്? ഇതിനെയാണ് ഓവർലാപ്പ് എന്ന് പറയുന്നത്. ഇവിടെ എയും ബിയും എന്താണ്? ഓരോ സ്റ്റീരിയോ പെയറുകളാണ്. ബിയും സിയും എന്താണ്? ഓരോ സ്റ്റീരിയോ പെയറുകളാണ്. അപ്പൊ ഇനി അടുത്തതിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സ്റ്റീരിയോ പെയർ എന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ എയും ബിയും എന്താണ്? ഒരു സ്റ്റീരിയോ പെയർ ആണ്. ബിയും സിയും എന്താണ്? ഒരു സ്റ്റീരിയോ പെയർ ആണ്. അപ്പം ഇതെന്താണ്? ഇത് ഓവർലാപ്പ് ആണ് അല്ലെ? ഇത് ഓവർലാപ്പ് ആണ്. ഇത് 60% വീണ്ടും ചിത്രം പകർത്തിയിട്ടുണ്ട്. അപ്പം ഇത് ഓവർലാപ്പ് ആണ്. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്? എന്താണ്? ഓരോ ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങൾ അറിയപ്പെടുന്നത് സ്റ്റീരിയോ പെയർ എന്നാണ്. ഇനി ഈ ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്ന് ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് സ്റ്റീരിയോസ്കോപ്പ്. എന്താണ് സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്നത്?
ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് സ്റ്റീരിയോപെയർ എന്താണ് നമ്മൾ പറഞ്ഞു, സ്റ്റീരിയോസ്കോപ്പ് എന്താണ്? അപ്പം ഇത് സ്റ്റീരിയോപെയർ ആണെങ്കിൽ ഈ ചിത്രം പകർത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത് എന്ന് പറയുന്നത്? സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഇനി എന്താണ് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്താണെന്ന് നോക്കാം. ഒരു സ്റ്റീരിയോപെയറിനെ സ്റ്റീരിയോസ്കോപ്പിലൂടെ വീക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന ത്രിമാന ദൃശ്യമാണ് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ധരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണത്തിന് ആകാശീയ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ധരാതലീയ ഭൂപടങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചിത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്? ആകാശീയ ചിത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. നോക്കിയേ, ഓവർലാപ്പോട് കൂടി ഒരു ജോഡി ആകാശീയ ചിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ആകാശീയ ചിത്രങ്ങൾ അറിയപ്പെടുന്നതാണ് സ്റ്റീരിയോപെയർ എന്ന് പറയുന്നത്. ഓവർലാപ്പോട് കൂടി ഒരു ജോഡി ആകാശീയ ചിത്രം അറിയപ്പെടുന്നതാണ് ഏത് എന്ന് പറയുന്നത്? സ്റ്റീരിയോപെയർ എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്റ്റീരിയോസ്കോപ്പ്? ത്രിമാന ദൃശ്യം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ? ഒരു സ്റ്റീരിയോപെയറിനെ സ്റ്റീരിയോസ്കോപ്പിലൂടെ വീക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന ത്രിമാന ദൃശ്യമാണ് എന്ത് എന്ന് പറയുന്നത്? സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് സ്റ്റീരിയോപെയർ? എന്താണ് സ്റ്റീരിയോസ്കോപ്പ് എന്താണ്? സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ പിക്ചറും കണ്ടു അല്ലേ? ഇനി എന്താണ് നമ്മൾ പറഞ്ഞു? ധരാതലീയ ഭൂപടങ്ങളുടെ ചിത്രങ്ങളുടെ നിർമ്മാണത്തിന് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ആകാശീയ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം ഉപഗ്രഹ വിദൂര സംവേദനം, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് നമുക്ക് നോക്കാം. നമ്മൾ നോക്കി ഭൂതല ഛായാഗ്രഹണം നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ ആകാശീയ വിദൂര സംവേദനം നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന ഏതാണ്? ഉപഗ്രഹ വിദൂര സംവേദനമാണ് നോക്കുന്നത്. നമ്മൾ ആകാശീയ വിദൂര സംവേദനം കുറെ കാര്യങ്ങൾ പഠിച്ചു. ത്രിമാനതല വീക്ഷണം, ഓവർലാപ്പ്, സ്റ്റീരിയോസ്കോപ്പ്, സ്റ്റീരിയോപെയർ, അതുപോലെ തന്നെ സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്താണ് ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് നോക്കിയേ. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ അഥവാ സംവേദനങ്ങൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് അഥവാ ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഇനി ഈ കൃത്രിമമായിട്ട് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് കൃത്രിമമായിട്ടുള്ള ഉപഗ്രഹ വിദൂര സംവേദനത്തെ സൗരസ്ഥിര ഉപഗ്രഹം എന്നും ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. എന്താണ്? കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിദൂര സംവേദനത്തെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്നും സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. നമുക്കത് നോക്കിയാലോ? ശ്രദ്ധിക്കുക. എന്താണ് ഭൂസ്ഥിര ഉപഗ്രഹം എന്ന് നോക്കാം. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്താണെന്ന് നോക്കിയേ. ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണിവ. ഇത് നോക്കിയേ, സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം എത്രയാണ്? 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. സഞ്ചാരപഥം എത്രയാണ്? ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. ഇനി ഭൂമിയുടെ 1/3 ഭാഗം നിരീക്ഷണ പരിധിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇപ്പോഴും ഭൂമിയിലെ എല്ലാ പ്രദേശത്തെയും അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു. ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോഴും ഭൂമിയിലെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു. ഇനി ഒരു പ്രദേശത്ത് സ്ഥിരമായ വിവരശേഖരണത്തിന് സാധിക്കുന്നു. സ്ഥിരമായിട്ടുള്ള വിവരശേഖരണത്തിന് അത് സാധിക്കുന്നു. അതുപോലെ തന്നെ വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും പ്രയോജനപ്പെടുന്നു. അതുപോലെ തന്നെ എന്താണ് വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനായിട്ട് പ്രയോജനപ്പെടുന്നു. ഉദാഹരണമാണ് ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങള്
എക്സാമ്പിൾ ആണ് കേട്ടോ. ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങള് എക്സാമ്പിൾ ആണ്. അപ്പം ഇത്രയാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയാണ് അതിന്റെ പ്രത്യേകതകൾ. ഇനി എന്താണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് നോക്കാം. നോക്കിയേ, സൺ സിൻക്രണസ് സാറ്റലൈറ്റ് എന്താണ് നോക്കിയേ. ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണിവ. സഞ്ചാരപഥം ഭൗമോപരിതലത്തിൽ നിന്ന് എത്രയാണ്? ഏകദേശം 900 കിലോമീറ്റർ ഉയരത്തിലാണ്. സഞ്ചാരപഥം ഭൗമോപരിതലത്തിൽ നിന്ന് എത്ര കിലോമീറ്റർ? മറ്റേത് 36,000 കിലോമീറ്റർ ആയിരുന്നു. ഇത് എത്രയാണ്? 900 കിലോമീറ്റർ ഉയരത്തിലാണ്. ഇനി ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ് ഇവയ്ക്കുള്ളത്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ് ഇവർക്കുള്ളത്. ഇനി കൃത്രിമമായ ഇടവേളകളിൽ പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാകുന്നു. കൃത്രിമമായിട്ടുള്ള ഇടവേളകൾ നമ്മൾ താരതമ്യം നോക്കുകയാണെങ്കിൽ കേട്ടോ, കൃത്രിമമായ ഇടവേളകളിൽ പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാകുന്നു. പിന്നെന്താണ്? പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെ കുറിച്ചുള്ള വിവരശേഖരണത്തിന് ഇത് ഉപയോഗിക്കുന്നു. IRS-ഉം ലാൻഡ്സാറ്റും ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ് കേട്ടോ, എക്സാമ്പിൾ ആണ്. അപ്പം സൗരസ്ഥിര ഉപഗ്രഹം എന്താണ്, ഭൂസ്ഥിര ഉപഗ്രഹം എന്താണ് എന്ന് നമ്മൾ നോക്കി. ഇനി എന്താണ് സാറ്റലൈറ്റ് ഇമേജറീസ് എന്ന് നോക്കാം. നോക്കിയേ, ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് ആ വസ്തുവിന്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. എന്താണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ? ഒരു വസ്തു പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് ആ വസ്തുവിന്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഇവിടെ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ ഭൂതലത്തിലെ വിവിധ വസ്തുക്കളെ അവയുടെ സ്പെക്ട്രൽ സിഗ്നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞ് വിവരങ്ങൾ എങ്ങനെ കൊടുക്കുന്നു? സംഖ്യാരൂപത്തിൽ കൊടുക്കുന്നു. എങ്ങനെ കൊടുക്കുന്നു? സംഖ്യാരൂപത്തിൽ കൊടുക്കുന്നു. അതെന്ത് ചെയ്യുന്നു? അത് ഭൂതല കേന്ദ്രത്തിലേക്ക് വരുന്നു. അത് അവിടേക്ക് അയച്ച് എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ എന്ത് ചെയ്യുന്നു? അതിനെ വിശകലനം ചെയ്ത് ചിത്രരൂപത്തിലാക്കുന്നു. അപ്പം എന്ത് ചെയ്യുന്നു? സംഖ്യാരൂപത്തിലുള്ള ചിത്രത്തെ എന്ത് ചെയ്യുന്നു? സംഖ്യാരൂപത്തിലുള്ള ചിത്രത്തെ ഭൂതല കേന്ദ്രത്തിലേക്ക് അയച്ച് എന്തിന്റെ സഹായത്തോടെ? കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ, സാങ്കേതികതയുടെ സഹായത്തോടെ എന്ത് ചെയ്യുന്നു? അതിനെ വിശകലനം ചെയ്ത് അതിനെ എന്ത് രൂപത്തിലേക്ക് ആക്കുന്നു? ചിത്രം രൂപത്തിലേക്ക് ആക്കുന്നു. അപ്പം മനസ്സിലായില്ലേ? ഇനി നോക്കാം, വിദൂര സംവേദന സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. കാലാവസ്ഥാ നിർണയത്തിന് സഹായകമാവുന്നു. അതുപോലെ തന്നെ സമുദ്ര പരിവേക്ഷണത്തിന് സഹായകമാവുന്നു. ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന് സഹായകമാവുന്നു. വരൾച്ച ബാധിത പ്രദേശങ്ങൾ, വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ തുടങ്ങിയവ കണ്ടെത്തുന്നതിന് സഹായകമാവുന്നു. ഇനി ഉൾവനങ്ങളിലെ കാട്ടുതീ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ നിയന്ത്രണ നടപടികൾ സ്വീകരിക്കുന്നതിനും കാരണമാകുന്നു. ഇനി വിളകളുടെ വിസ്തൃതി, കീടബാധ എന്നിവയെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് കാരണമാകുന്നു. പിന്നെ വിളകളുടെ വളർച്ച, കീടബാധയുടെ വ്യാപനം എന്നിവ മനസ്സിലാക്കുന്നതിന് കാരണമാകുന്നു. ഇനി എണ്ണ പരിവേക്ഷണത്തിന് കാരണമാകുന്നു. ഭൂഗർഭജല ലഭ്യതയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തുന്നതിന് കാരണമാകുന്നു. അപ്പം ഇത്രയുമാണ് വിദൂര സംവേദനം, റിമോട്ട് സെൻസിംഗിൽ നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് തുടങ്ങിയത്? വിദൂര സംവേദനം എന്താണ് എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. എന്താണ് വിദൂര സംവേദനം എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ സംവേദകം എന്താണ് എന്ന് പഠിച്ചു. അതിനുശേഷം അതിനു മുമ്പ് നമ്മൾ കുറേ വർഷങ്ങൾ കണ്ടു അല്ലേ. 1960 എന്തായിരുന്നു? 1858 ഒന്നാം ലോക മഹായുദ്ധം നമ്മൾ സംസാരിച്ചു. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ശേഷം നമ്മൾ എന്താണ് പറഞ്ഞത്? ഊർജത്തെ അടിസ്ഥാനമാക്കി, പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി വിദൂര സംവേദനത്തെ വർഗീകരിക്കുന്നുണ്ട് അല്ലെ. പ്രത്യക്ഷ വിദൂര സംവേദനം, പരോക്ഷ വിദൂര സംവേദനം നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ ഭൂതല ഛായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം, ഇതെല്ലാം നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം എന്താണ് ഓവർലാപ്പ്, എന്താണ് സ്റ്റീരിയോ പെയർ, എന്താണ് സ്റ്റീരിയോസ്കോപ്പ്, അതുപോലെ തന്നെ സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്താണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു അല്ലെ. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ധാരാളമായിട്ട് റിമോട്ട് സെൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പം എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ ഒരു ക്ലാസ് കൃത്യമായിട്ട് കണ്ടിട്ട് പോവുക, പ്രധാനപ്പെട്ട പോയിന്റ്സ് എഴുതി വെച്ചിട്ട് പോവുക കേട്ടോ. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ തരുന്ന നോട്ടുകളെല്ലാം നമ്മുടെ ടെലഗ്രാം പേജിൽ, ചലഞ്ചർ ആപ്പിന്റെ ടെലഗ്രാം പേജിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ടെലഗ്രാം പേജ് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക്